പത്മരാജൻ്റെ ഓർമ്മകളിലൂടെ, അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ നമ്മുടെ വിശിഷ്ട അതിഥികൾക്ക്, ഇവിടെ എത്തിയിട്ടുള്ള വ്യക്തികൾക്ക് പങ്കുവയ്ക്കാനുള്ള ഓർമ്മയുടെ വയലിൻ മെഡ്ലേ നടത്തിയപ്പോൾ നമ്മുടെ ഓർമ്മകളിലൂടെ നമ്മളും പോയി. നമ്മുടെ കുട്ടിക്കാലവും അല്ലെങ്കിൽ നമ്മൾ ഓരോ അതിഥി, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ 6 മണിയോടെ എത്തിച്ചേരും. അദ്ദേഹം കൂടി എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യപരിപാടികളിലേക്കും കൂടുതൽ വീഡിയോസിലേക്കും നമ്മൾ കടക്കാൻ പോവാണ്. സോ പ്ലീസ് ഗെറ്റ് റെഡി. യെസ്, ആ ബഹളം കേട്ടായിരുന്നോ? ആരാണ് എത്തിയിരിക്കുന്നത്? നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം, നമ്മൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം. ഭാഷ ഏതായാലും, ഏത് സിനിമയിൽ അഭിനയിച്ചാലും നമ്മുടെ മോഹൻലാൽ നമ്മുടെ മലയാളികളുടെയാണ് അല്ലേ ഏറ്റവും ആദ്യം. സോ വെൽക്കമിങ് our dear ലാലേട്ടൻ, ശ്രീ മോഹൻലാൽ. സ്വാഗതം സർ. ഓൾറൈറ്റ്, അപ്പോൾ ഇനി ഈ ഒരു ചടങ്ങിൻ്റെ ശുഭാരംഭം നമ്മൾ കുറിക്കുകയാണ്. ശ്രീ പി പത്മരാജൻ്റെ ധന്യസ്മൃതികളോടെ തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. ഈ ഒരു അതുല്യ പ്രതിഭയെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ ഒരു AV വീഡിയോയിലേക്ക് നമ്മൾ കടക്കുന്നു. ടു ദ AV പ്ലീസ്. ഞാൻ ഗന്ധർവൻ. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാവാനും മനുഷ്യനാവാനും നിന്റെ ചുണ്ടിന്റെ മുത്തമാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗൻചാരി. ഈ ഭൂമുഖത്തെ പൂക്കളും ഈ ഭൂമിയുടെ തേനും മാത്രം നുകർന്നു കഴിയാൻ അനുമതി കിട്ടിയ അരൂപിയായ ഒരു വർണ്ണശലഭം ഞാൻ ഗന്ധർവൻ. കാലത്തിന്റെ അതീത ശക്തിയെ ആവാഹിച്ചെടുത്ത് 7 സാഗരങ്ങൾക്കിടയിലുള്ള ഗുഹയിലെ 7 പടികൾ കടന്നു ചെല്ലുമ്പോൾ കാണുന്ന അറയുടെ പൂട്ടുകൾ തുറന്നകത്ത് ചെന്നാൽ 7 സർപ്പങ്ങൾ കാക്കുന്ന 7 തട്ടുകളുള്ള പേടകത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച മഴ. അതുപോലെയാണ് പത്മരാജന്റെ മിക്ക സൃഷ്ടികൾ. കാലങ്ങൾക്കിപ്പുറത്തേക്കും അതിങ്ങനെ നിറഞ്ഞ് പെയ്യുകയാണ്. ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്കൊരു സ്വപ്നം കാണുമായിരുന്നു. ഒരു തണുത്ത വെളുപ്പംകാലം, എൻ്റെ ചുറ്റും മഞ്ഞാണ്. ഒന്നും ഒരടി ദൂരത്തുള്ളതുപോലും കാണാൻ സമ്മതിക്കാത്ത മഞ്ഞ്. എനിക്ക് നിങ്ങൾ 2 പേരേ ഉള്ളൂവെന്ന് ഉറക്കത്തിൽ പോലും അറിയാം. ഏതോ ഒരമ്മ, ഏതോ ഒരു അപ്പുവേട്ടൻ്റെ അമ്മ, എവിടെ നിന്നോ വന്ന് അപകടത്തിൽപ്പെട്ട് ഓർമ്മ നഷ്ടപ്പെട്ട് മായയായി മാറിയ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഡോക്ടർ സന്ധ്യയും അവരുടെ മകൻ ശരത്തും. മായയുടെ ഭൂതകാലം അവളെ തേടിയെത്തുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ഇന്നലെ എന്ന ചിത്രത്തിലൂടെ പത്മരാജൻ വരച്ചിടുമ്പോൾ, ഭൂതകാലത്തിൽ നിന്നും പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ചുരം കയറി വരുന്ന വെളുത്ത അംബാസഡർ കാർ മടങ്ങിപ്പോകുമ്പോൾ നരേന്ദ്രൻ എന്ന കഥാപാത്രത്തിന്റെ തീരാ നഷ്ടവും പേറി പ്രേക്ഷകനും ആ കാറിൽ മടങ്ങുന്നു. 1975 ഭരതൻ സംവിധാനം ചെയ്ത പ്രയാണം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിക്കൊണ്ടാണ് പത്മരാജൻ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവരുന്നത്. തുടർന്ന് IV ശശിയുടെയും KG ജോർജിന്റെയും സിനിമകൾക്ക് തിരക്കഥ എഴുതുകയും 1979 സ്വന്തം നോവലിനെ ആധാരമാക്കി പെരുവഴി അമ്പലം എന്ന സിനിമയിലൂടെ ചലച്ചിത്ര സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു. ഇരയാക്കപ്പെടുമെന്ന ഭയം, അത് പ്രകടിപ്പിക്കാനുള്ള എല്ലാ ശബ്ദദൃശ്യ സാധ്യതകളെയും സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് സന്നിവേശിപ്പിച്ച മികച്ച ഇന്ത്യൻ ക്ലാസിക് സിനിമയാണ് നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ പെരുവഴിയമ്പലം. ഒരു മുത്തച്ഛനും ചെറുമകനും തമ്മിലുള്ള ആത്മബന്ധം കടലോളം ആഴത്തിൽ ആവിഷ്കരിച്ച 3-ാം പക്കം.
ആണധികാരത്തിന്റെ വ്യവസ്ഥാപിത പരിവേഷങ്ങളെ തച്ചുടയ്ക്കുന്ന സ്ത്രീ കഥാപാത്രത്തിന്റെ നിശ്ചയദാർഢ്യവും അവരുടെ ജീവിത ദുരന്തങ്ങളെ കൃത്യമായി സ്പർശിക്കുകയും ചെയ്യുന്ന തിരക്കഥയാണ് കരിയിലെ കാറ്റ് പോലെ. പ്രേക്ഷകർക്ക് സഹാനുഭൂതി തോന്നുന്ന വിധത്തിലൊരുക്കിയ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം. ശിശിരത്തിൽ ഒരു പ്രഭാതത്തിൽ എന്ന റേഡിയോ നാടകത്തിൽ നിന്നാണ് പത്മരാജൻ കരിയിലെ കാറ്റ് പോലെ എന്ന സിനിമ ഒരുക്കിയത്. ഗന്ധർവലോകത്തിൽ നിന്നും ഭൂമിയിലേക്കുള്ള വഴികൾ ഇന്നും വിജനമാണ്. കൈ നിറയെ മിന്നാമിനുങ്ങുകളുമായി ഇനിയും എത്താതിരിക്കില്ല. ഇല്ല, നമ്മൾ പിരിയില്ല, ഞാൻ പോവില്ല. മതിവന്ന സഞ്ചാരിയുടെ മനസ്സാണ് ഇന്നെൻ്റേത്. എനിക്ക് തന്നെ അറിയില്ല ഈ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ മാത്രം ഞാൻ എങ്ങനെയൊക്കെ പെരുമാറുമെന്ന്. പ്രണയവും ജീവിതവും ഏറ്റവും മനോഹരമായി അഭ്രപാളിയിൽ ചിത്രീകരിച്ചതിലൂടെ എഴുത്തിൽ നിലനിർത്തിയ പ്രണയത്തിന്റെ അനന്തമായ സാധ്യതകൾ പത്മരാജൻ സിനിമകളെ പുതിയ തലത്തിലേക്ക് ഉയർത്തി. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലും തൂവാനത്തുമ്പികളിലും പ്രണയത്തിന്റെയും കാമത്തിന്റെയും ലോലവും തീക്ഷ്ണവുമായ സന്ദർഭങ്ങൾ വളരെ മനോഹരമായി വരച്ചുകാട്ടി. 1987 തൂവാനത്തുമ്പികൾ സിനിമാസ്വാദകരുടെ മനസ്സിലേക്ക് പറന്നിറങ്ങിയത്. ജയകൃഷ്ണനും ക്ലാരയ്ക്കുമൊപ്പം മഴയും തൂവാനത്തുമ്പികളിൽ നിറഞ്ഞു നിന്നു. ദ്വന്ദ്വ വ്യക്തിത്വങ്ങളിലൂടെ കടന്നുപോകുന്ന മോഹൻലാലിന്റെ ജയകൃഷ്ണനും മഴയ്ക്കൊപ്പം വരുന്ന സുമലതയുടെ ക്ലാരയും ഇപ്പോഴും ഏറ്റവും അടുത്ത നിമിഷത്തിൽ കണ്ടതുപോലെ നമ്മുടെ മുന്നിലുണ്ട്. വരട്ടെ അല്ലേ? ഇപ്പൊ എങ്ങനെയിരിക്കുന്നു? അതെന്റെ വിധി. വിധിയൊന്നുമല്ലടി, അവനെ കൊത്തിയ പാമ്പ് ഞാനാ. എനിക്ക് അതിന്റെ ചെലവെന്താണെന്നറിയാം. പാമ്പ് പിടുത്തക്കാരൻ കുറവന് കൊടുത്ത 150 രൂപയും മണ്ണാറക്കുളഞ്ഞു വരെ പോയ വണ്ടിക്കൂലി. തന്റെ സഹോദരന്റെ മരണത്തിന് കാരണക്കാരിയായ ചന്ദ്രിക എന്ന കഥാപാത്രത്തോടുള്ള പ്രതികാരം ഭദ്രൻ എന്ന കഥാപാത്രം തീർക്കുന്നത് ചന്ദ്രികയുടെ ഭർത്താവ് തമ്പിയെ കരിമൂർഖനെ കൊണ്ട് കൊത്തിച്ചുകൊണ്ടാണ്. തമ്പിയെ കൊത്തിയ പാമ്പ് താനാണെന്നും അതിന് ചെലവായത് പാമ്പ് പിടുത്തക്കാരൻ കുറവിന് കൊടുത്ത വെറും 150 രൂപ മാത്രമാണെന്നും പറയുമ്പോൾ മനുഷ്യ മനസ്സിന്റെ വൈകാരിക തലങ്ങളെ ഭയാനകമായ രീതിയിൽ അവതരിപ്പിക്കാൻ പത്മരാജനോളം മറ്റൊരു ചലച്ചിത്രകാരനും കഴിഞ്ഞിട്ടില്ല. 1985 IV ശശിയോടൊപ്പം ചേർന്ന് പത്മരാജൻ കരിമ്പിൻ പൂവിനക്കരെ ഒരുക്കുന്നത് എന്നത് ശ്രദ്ധേയം. കാമുകനുമായി പ്രണയത്തിലാകുമ്പോഴും പ്രതിനായക കഥാപാത്രമായ രണ്ടാനച്ചലിൽ നിന്നും സോഫിയയ്ക്ക് നേരിടേണ്ടി വരുന്ന നിന്ദ്യമായ വൈകാരിക പ്രലോഭനങ്ങളെ സോഫിയയെ പോലെ തന്നെ പ്രേക്ഷകരെയും ഇന്നും അസ്വസ്ഥമാക്കുന്നുണ്ട്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന നോവലിനെ അഭ്രപാളികളിലേക്ക് പകർത്തിയപ്പോൾ പ്രണയത്തിന്റെ നിത്യസ്മാരകമായ ഒരു തിരക്കഥയാണ് മലയാളത്തിന് ലഭിച്ചത്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. കോമള സ്വപ്നങ്ങൾ കുടിയേറുകയായി. കോരിത്തരിപ്പിന്റെ കോലാഹലം തുടങ്ങുകയായി. കടൽ തിരയിലും മുല്ലമലരുകൾ വിരിയുകയായി. അന്നത്തെ ഹിപ്പി സംസ്കാരത്തിലൂടെയുള്ള ഒരു ബൊഹീമിയൻ ആത്മീയ അന്വേഷണമാണ് സീസൺ. കടൽ തീരത്തെ പശ്ചാത്തലമാക്കി പാശ്ചാത്യ സിനിമയെപ്പോലും ഭ്രമിപ്പിക്കും വിധം പിന്നീട് ഒരു സിനിമയും ഉണ്ടായിട്ടില്ല മലയാളത്തിലെന്നതും ശ്രദ്ധേയമാണ്. 1982 കോവളത്ത് ഹൗവ ബീച്ചിൽ ഒരു ചായക്കട ഉണ്ടായിരുന്നു, ജീവൻസ് സീ റിസോർട്ട്. ഓർമ്മ വരുന്നില്ലല്ലേ? മെർലിൻ സൈമൺ എന്നൊരു പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് ഓർമ്മ വരും. ആ പെണ്ണിനെ കൊണ്ടാണ് നീ എന്റെ വീട് കുത്തിത്തുറപ്പിച്ച് 3.5 ലക്ഷം രൂപ മോഷ്ടിച്ചത്. അപ്പോൾ മഴ കനത്തിരുന്നു. സന്ധ്യയ്ക്ക് ചാറിയ മഴ, ഉറങ്ങാൻ കിടക്കുമ്പോൾ തിടം വെച്ചുകൊണ്ടിരുന്ന മഴ, ഉറക്കത്തിനിടയിൽ ഒരു താരാട്ടിന്റെ ദൈന്യപാദം പോലെ സുഖം പകർന്നിരുന്ന മഴ അപ്പോൾ അലറുകയായിരുന്നു. മഴയെക്കുറിച്ച് പത്മരാജൻ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരേ സമയം പല മുഖമുള്ള മഴ. മഴ വീണ ഒരു മെയ് മാസത്തിലായിരുന്നു പത്മരാജനും പിറന്നു വീണത്. ഓരോ സിനിമയും പ്രേക്ഷകന്റെ മനസ്സിൽ ഓരോ പോറലെങ്കിലും ഏൽപ്പിച്ചിരിക്കണം എന്ന വിശ്വാസത്തിൽ ഊന്നു നിന്നുകൊണ്ടാണ് ഞാനെപ്പോഴും
വ്യക്തിത്വമെടുക്കാം. എത്ര സിനിമകളാണല്ലേ. ഇന്നത്തെ ഈ ഒരു സായാഹ്നം നമ്മൾ ലക്ഷ്മി പത്മരാജൻ ഒപ്പം മക്കളായ അനന്ത പത്മനാഭനും മാധവിക്കുട്ടിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരോടും ഒന്ന് എഴുന്നേക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി സ്മൃതി ഗീതാലാപനമാണ്. പത്മരാജൻ സിനിമകളിലൂടെ ശ്രീ ലാലേട്ടൻ്റെ ഗാനശബ്ദമായി മാറിയ പ്രമുഖ ഗായകൻ ശ്രീ ജി വേണുഗോപാൽ അദ്ദേഹം ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനും യുവ ഗായകനുമായ ശ്രീ അരവിന്ദ് വേണുഗോപാലാണ് ഇന്നിവിടെ സ്മൃതിഗീതം ആലപിക്കുന്നത്. അതിനായി സ്നേഹത്തോടെ ശ്രീ അരവിന്ദ് വേണുഗോപാൽ ചാരുവാം കലക്കിളി ചേരിൽ വന്നിറങ്ങിയ ഗന്ധർവകുമാരാനി, ചാരുവാം കലയുടെ ചന്ദന പല്ലക്കിളി ഗന്ധർവകുമാരാനി, നിന്നിന്ദ്രജാലത്തിൻ്റെ മഴവിൽ പീലി വീശി വന്മരുവിതു വർണ്ണചിത്രശാലയായി മാറ്റി ഞങ്ങൾ തൻ സങ്കൽപ്പത്തിൻ യമുനാ പുളിനത്തിൽ ഭംഗിയിൽ ഭവാൻ തീർത്ത വെണ്ണക്കൽ കൊട്ടാരത്തിൽ തീരാത്ത കണ്ണീരിനാൽ തിലതർപ്പണം ചെയ്യാൻ ചേരുന്നു ഞങ്ങൾ നിന്റെ ഓർമ്മയ്ക്കു മുൻപിൽ. വീണ്ടും ചേരുന്നു ഞങ്ങൾ നിന്റെ ഓർമ്മയ്ക്കു മുൻപിൽ വീണ്ടും.
സർവ്വവ്യാപിയായ ഗന്ധർവനെ പറ്റി പത്മരാജൻ സിനിമകളിൽ പറഞ്ഞതുപോലെ ഇന്ന് പത്മരാജൻ്റെ ഒരു പ്രസൻസ് തന്നെ നമുക്കിപ്പം ഫീൽ ചെയ്യുന്നുണ്ടല്ലേ, അദ്ദേഹത്തിൻ്റെ സിനിമകൾ അറിഞ്ഞപ്പോൾ, അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ. അപ്പോൾ ആ ഒരു ധന്യതയിൽ തന്നെ ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. 34ാമത് പുരസ്കാര സന്ധ്യയാണ് ഇന്നത്തെ ദിവസം. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പിന്തുണയോടെ സംഘടിപ്പിക്കുന്ന പത്മരാജൻ്റെ 80ാം ജന്മവാർഷിക സമ്മേളനത്തിനും 34ാമത് പത്മരാജൻ പുരസ്കാര സമർപ്പണ സന്ധ്യയ്ക്കും ഔപചാരികമായ സ്വാഗതം ആശംസിക്കാൻ പി പത്മരാജൻ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ ശ്രീ പ്രദീപ് പനങ്ങാടിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയ വ്യക്തിത്വങ്ങൾ, സുഹൃത്തുക്കൾ, ചലച്ചിത്ര സാഹിത്യാസ്വാദകർ, മാധ്യമപ്രവർത്തകർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പി പത്മനാഭൻ ട്രസ്റ്റിൻ്റെ 34ാമത് സാഹിത്യ ചലച്ചിത്ര പുരസ്കാര സമർപ്പണ ചടങ്ങ് ആരംഭിക്കുകയാണ്. ഇത്തവണത്തെ ചടങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. വിഖ്യാത ചലച്ചിത്രകാരനും എഴുത്തുകാരനുമായ ശ്രീ പി പത്മരാജൻ്റെ 80ാം ജന്മദിനാഘോഷങ്ങൾ കൂടി ഇതിനോടനുബന്ധിച്ച് നടത്തുന്നു എന്നതാണ്. കാലാന്തരങ്ങളെ അതിജീവിക്കുന്ന അസാധാരണ പ്രതിഭയാണ് ശ്രീ പി പത്മരാജൻ. അദ്ദേഹം യാത്ര പറഞ്ഞിട്ട് 3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങളും സാഹിത്യ സൃഷ്ടികളും ഇന്നും പ്രസക്തമായി തന്നെ തുടരുന്നു, സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നു, വിലയിരുത്തപ്പെടുന്നു. പത്മരാജൻ ചലച്ചിത്ര സാഹിത്യ പുരസ്കാരങ്ങൾ മലയാളി സമൂഹം വളരെ സ്നേഹത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഓരോ വർഷത്തെയും മികച്ച രചനകൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ചലച്ചിത്രമായാലും സാഹിത്യമായാലും. ഇക്കാര്യം ട്രസ്റ്റിന് അഭിമാനത്തോടെ പറയാൻ കഴിയും. എഴുത്തുകാരും ചലച്ചിത്ര പ്രവർത്തകരും ഈ പുരസ്കാരത്തെ അഭിമാനത്തിൻ്റെ അടയാളമായാണ് കാണുന്നത്. ഓരോ വർഷവും ഞങ്ങൾക്ക് കിട്ടുന്ന രചനകൾ, സിനിമകൾ അതിൻ്റെ അടയാളമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. ചെറുകഥയിൽ MD വാസുദേവൻ നായർ മുതലുള്ള പ്രധാന കഥാകൃത്തുക്കൾക്കാണ് അവാർഡ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ശ്രീ ഇന്ദുഗോപനും ചെറുകഥാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പുരസ്കാരം നേടിയ കഥകൾ സമാഹരിച്ച് DC ബുക്സ് കഥാപത്മം എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാളത്തിലെ മുൻനിര കഥാകൃത്തുക്കളെല്ലാം അതിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. കഴിഞ്ഞ ഏതാനും വർഷങ്ങളെയായുള്ളൂ നോവൽ പുരസ്കാരം കൊടുത്തു തുടങ്ങിയിട്ട്. M. മുകുന്ദൻ, സുഭാഷ് ചന്ദ്രൻ, മനോജ് കുറൂർ, B. ഷിനിലാൽ, GR ഇന്ദുഗോപൻ എന്നിവരാണ് ഇതിനോടകം നോവൽ പുരസ്കാരം നേടിയത്. പ്രമുഖ യുവ സംവിധായകർ അടൂർ ഗോപാലകൃഷ്ണൻ മുതൽ ഇന്നത്തെ പ്രമുഖ യുവ സംവിധായകർ വരെ ആ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. അങ്ങനെ മലയാളിയുടെ സാംസ്കാരിക ചരിത്രത്തിലെ സവിശേഷമായ ഒരു അധ്യായമാണ് പത്മരാജൻ ചലച്ചിത്ര സാഹിത്യ പുരസ്കാരം. ഇത്തവണത്തെ മികച്ച സംവിധായകനും കഥാകൃത്തുമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഫെമിനിറ്റി ഫത്തിമ ചിത്രത്തിലൂടെ ഫാസിൽ മുഹമ്മദാണ്. മികച്ച നോവലായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് S. ഹരീഷിൻ്റെ പട്ടുനൂൽപ്പുഴുവാണ്. വായനക്കാരും നിരൂപകരും ഏറെ ശ്രദ്ധിച്ച നോവലാണ് പട്ടുനൂൽപ്പുഴു. മലയാളത്തിലെ ഒരു അപരിചിത അനുഭവമാണ് ഈ രചന. മലയാള നോവൽ കലയെ നവീകരിക്കുന്ന നോവലാണത്. ഏകാന്തത എന്ന തീക്ഷ്ണ അനുഭവം തീവ്രമായി തന്നെ അത് ആവിഷ്കരിക്കുന്നു. മാത്രമല്ല ഭാഷയുടെ വിസ്മയ സൗന്ദര്യം കൂടിയാണ് ഇത്. മികച്ച ചെറുകഥയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് PS റഫീഖിൻ്റെ ഇടമലയിലെ യാക്കൂബാണ്. പ്രമേയത്തിലും ആഖ്യാനത്തിലും ഭാഷയുടെയും സവിശേഷത കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട രചന. ഈ കഥയിൽ കാലവും ജീവിതവും തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ നവീന പ്രകാശമാണ് കാണാൻ കഴിയുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഏർപ്പെടുത്തിയ യുവ എഴുത്തുകാരുടെ ആദ്യ നോവലിലുള്ള അവാർഡാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ടെയിൽസ് ഓഫ് ഇന്ത്യ പുരസ്കാരം. ഒരു രാജ്യാന്തര വിമാന കമ്പനി മലയാള സാഹിത്യത്തിൽ നൽകുന്ന വലിയ ആദരവാണ് ഈ പുരസ്കാരം. എയർ ഇന്ത്യ എക്സ്പ്രസിനോട് പി പത്മനാഭൻ ട്രസ്റ്റിൻ്റെ നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തുന്നു. ഐശ്വര്യ കമലയുടെ വൈറസ് എന്ന നോവലിനാണ് പുരസ്കാരം. നാം കടന്നുപോയ ഒരു ആസുരകാലത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് ഈ നോവൽ. ആഖ്യാനത്തിൻ്റെ അനുപമ സൗന്ദര്യം എന്ന് ഈ രചനയെ വിശേഷിപ്പിക്കാം. സാഹിത്യ പുരസ്കാരങ്ങൾ നിർണയിച്ചത് ഉണ്ണിയാർ അധ്യക്ഷനും GR ഇന്ദുഗോപനും പ്രദീപ് പനങ്ങാടും ഉൾപ്പെട്ട ജൂറിയാണ്. ചലച്ചിത്ര പുരസ്കാരം നിർണയിച്ചത് ശ്രീ TK രാജീവ് കുമാർ അധ്യക്ഷനും S. കുമാർ അംഗവും ശ്രീ വിജയകൃഷ്ണൻ അംഗവുമായ ജൂറിയാണ്. ഇനിയും ചടങ്ങിലേക്ക് വരാം. ഈ സാംസ്കാരിക സന്ധ്യയുടെ അധ്യക്ഷൻ ശ്രീ വിജയകൃഷ്ണനാണ്. പി പത്മരാജൻ ട്രസ്റ്റ് ചെയർമാനാണ്, എഴുത്തുകാരനാണ്,
ചലച്ചിത്ര നിരൂപകനും സംവിധായകനുമാണ്. അദ്ദേഹത്തിന് സ്നേഹത്തോടെ സ്വാഗതം. ഈ സന്ധ്യയിലെ ഏറ്റവും ദീപ്തമായ സാന്നിധ്യം എന്ന് പറയുന്നത് പത്മഭൂഷൺ മോഹൻലാലാണ്. അനുസ്മരണ പ്രസംഗവും പുരസ്കാര വിതരണവും നടത്തുന്നത് അദ്ദേഹമാണ്. ഞാൻ ശ്രീ മോഹൻലാലിനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. ഓരോ മലയാളിക്കും ഈ അഭിനയ വിസ്മയത്തിൻ്റെ ജീവിതവും കലയും ഏറെ പരിചിതമാണ്. ശ്രീ പത്മരാജൻ്റെ നിരവധി സിനിമകളിൽ അഭിനയിച്ചു. നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, കരിയിലക്കാറ്റുപോലെ, സീസൺ, തൂവാനത്തുമ്പികൾ എന്നീ ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു. ആ ചലച്ചിത്രങ്ങൾ മലയാളി ആവർത്തിച്ച് കാണുന്നു, ആസ്വദിക്കുന്നു. ശ്രീ പത്മരാജനും ശ്രീ മോഹൻലാലും തമ്മിൽ സവിശേഷമായ സ്നേഹബന്ധം പുലർത്തിയിരുന്നു. ആ കുടുംബത്തോടും ഇന്നും ആ ബന്ധം തുടരുന്നു. ശ്രീ മോഹൻലാൽ ഇന്നത്തെ ഈ പ്രകാശ സാന്നിധ്യം ട്രസ്റ്റിൻ്റെ ചരിത്രത്തെ തന്നെ അവിസ്മരണീയമാക്കുന്നു. ശ്രീ മോഹൻലാൽ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന് നന്ദി പറയുന്നു. ശ്രീ മോഹൻലാൽ സ്നേഹത്തോടെ ആദരവോടെ പി പത്മനാഭൻ ട്രസ്റ്റിൻ്റെ സ്വാഗതം. മാത്രമല്ല, അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകളും സമർപ്പിക്കുന്നു. ചലച്ചിത്ര പുരസ്കാരം നേടിയ സി ഫാസിൽ മുഹമ്മദ് ഇവിടെ സന്നിഹിതനാണ്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നോവൽ പുരസ്കാരം നേടിയ ശ്രീ എസ് ഹരീഷ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. മികച്ച ചെറുകഥയ്ക്ക് പുരസ്കാരം ലഭിച്ച ശ്രീ പി എസ് റഫീഖ് വേദിയിലുണ്ട്. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. മികച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് ടൈൽസ് ഓഫ് ഇന്ത്യ പുരസ്കാരം നേടിയ ഐശ്വര്യ കമല വേദിയിലുണ്ട്. വൈറസ് ഈ എഴുത്തുകാരുടെ ആദ്യ നോവലാണ്. തിരുവനന്തപുരം സ്വദേശിയാണെങ്കിലും കേംബ്രിഡ്ജിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഐശ്വര്യ കമലയ്ക്കും സ്വാഗതം. ട്രസ്റ്റിൻ്റെ ഉപഹാരം ശ്രീ മോഹൻലാലിന് സമർപ്പിക്കുന്നത് ശ്രീമതി രാധാലക്ഷ്മി പത്മരാജാണ്. ഞങ്ങളുടെ ട്രസ്റ്റ് അംഗമാണ്, എഴുത്തുകാരിയാണ്. സ്നേഹത്തോടെ സ്വാഗതം. ശ്രീ മോഹൻലാലിന് എയർ ഇന്ത്യ എക്സ്പ്രസ് ഉപഹാരം നൽകുന്നത് ശ്രീ പി ജി പ്രഗീഷാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് കോർപ്പറേഷൻ കമ്മ്യൂണിക്കേഷൻ ഹെഡാണ്, എഴുത്തുകാരനാണ്. മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. ശ്രീ പ്രഗീഷിന് സ്വാഗതം. ചലച്ചിത്ര ജൂറി ചെയർമാൻ ശ്രീ രാജീവ് കുമാർ ആശംസകൾ അർപ്പിക്കും. പ്രമുഖ ചലച്ചിത്ര സംവിധായകനാണ്. അദ്ദേഹത്തിനും സ്വാഗതം. സാഹിത്യ പുരസ്കാര സമിതിയിലുള്ള ശ്രീ ജി ആർ ഇന്ദുഗോപൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും സ്വാഗതം. ചലച്ചിത്ര ജൂറി അംഗമായ ശ്രീ എസ് കുമാർ വേദിയിലുണ്ട്. അദ്ദേഹത്തിനും സ്വാഗതം. പത്മരാജനോടൊപ്പം നിരവധി ചിത്രങ്ങളിൽ സഹായികളായ ശ്രീ ബി ലെനിൻ, ശ്രീ വേണു, സുരേഷ് ഉണ്ണിത്താൻ, ശ്രീ ജോഷി മാത്യു, ശ്രീ പൂജപ്പുര രാധാകൃഷ്ണൻ തുടങ്ങി ശ്രീ സുരേഷ് ഉണ്ണിത്താൻ എന്നിവർ, ശ്രീ മോഹൻദാസ് എന്നിവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും അവർക്കെല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇതിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് ശ്രീ എ ചന്ദ്രശേഖരാണ്. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ എ ചന്ദ്രശേഖരനും ഞാൻ ഈ സമയത്ത് സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ ഈ മനോഹര സന്ധ്യ സാക്ഷാത്കരിക്കാൻ ഞങ്ങളെ സഹായിച്ചത് ശ്രീ എം ബി സനിൽകുമാറാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ മോഹൻലാലിന് ഇവിടെ വരാനുള്ള സൗകര്യം ഒരുക്കിയതും ട്രസ്റ്റിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതും അദ്ദേഹമാണ്. സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായ ശ്രീ സനിൽകുമാറിന് സ്വാഗതം. എയർ ഇന്ത്യ എക്സ്പ്രസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ശ്രീ ഹരികൃഷ്ണന് സ്വാഗതം. ഈ ഈവൻറ്റിൻ്റെ റേഡിയോ പാർട്ണറായ റെഡ് FM-ൻ്റെ പ്രോഗ്രാം ഹെഡ് പാർവതി ഇവിടെയുണ്ട്. പാർവതിക്കും സ്വാഗതം. തലസ്ഥാനത്തെ പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകർ, എഴുത്തുകാർ, ആസ്വാദകർ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ ഈ സദസ്സിൽ ഉണ്ട്. എല്ലാവർക്കും സ്വാഗതം. എല്ലാ മാധ്യമങ്ങളിലുള്ള പത്രപ്രവർത്തകർ, ക്യാമറ പേഴ്സൺസ്, ദൃശ്യമാധ്യമ പ്രവർത്തകർ, ഓൺലൈൻ മാധ്യമപ്രവർത്തകർ ഇവരെല്ലാം എത്തിയിട്ടുണ്ട്. അവർക്കും സ്വാഗതം. ശ്രീ പത്മരാജൻ്റെ കുടുംബാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. ശ്രീ അനന്ത പത്മനാഭൻ, ശ്രീമതി മാധവിക്കുട്ടി, ഇവർക്കും എൻ്റെ സ്വാഗതം. എല്ലാ വേണ്ടപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് പത്മരാജൻ ട്രസ്റ്റിൻ്റെ ചെയർമാനും കേരളത്തിലെ ഏറ്റവും മുതിർന്ന ചലച്ചിത്ര നിരൂപകനും സംവിധായകനും എഴുത്തുകാരനുമായ ശ്രീ വിജയകൃഷ്ണനാണ്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ മോഹൻലാൽ, ഞങ്ങളുടെ മാർഗദീപമായ രാധാലക്ഷ്മി ചേച്ചി, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, ആദ്യമേ ഒരു ക്ഷമാപണം. സ്വല്പം ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് ഇത്തിരി ബാലൻസ് പ്രശ്നമുണ്ട്. നിൽക്കുമ്പോൾ അത് നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു.
ഇന്ന് രാവിലെ തൊട്ട് തോരാതെ പെയ്യുന്ന മഴ ഞങ്ങളെ ഒട്ടും അസ്വസ്ഥപ്പെടുത്തിയില്ല. കാരണം പത്മരാജനും മഴയുമായിട്ട് ഒരു ആത്മബന്ധമുണ്ട്. തൂവാനത്തുമ്പികൾ അതിന് തെളിവാണ്. അപ്പോൾ ഞങ്ങൾക്കറിയാം അതൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഒരു തടസ്സമല്ല എന്നുള്ളത്. അങ്ങനെ മലയാള സാഹിത്യത്തിനും മലയാള സിനിമയ്ക്കും നിത്യയൗവനം സമ്മാനിച്ചിട്ട് യൗവനത്തിൽ തന്നെ വിടവാങ്ങിയ പത്മരാജൻ്റെ 80ാം ജന്മവാർഷികം. 23-നായിരുന്നു ജന്മദിനം. നക്ഷത്രം വെച്ചിട്ടാണെങ്കിൽ 7-ാം തീയതി. രണ്ടിനും ഇടയിലുള്ള ഈ ദിവസമാണ് നമുക്ക് സൗകര്യമായിട്ട് ഇത് ആഘോഷിക്കാൻ പറ്റിയത്. അപ്പോൾ ഇത് ഈ 80ാം ജന്മവാർഷികം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 5 വർഷം മുമ്പ് ഞങ്ങൾ പരിപാടി ഇട്ടുള്ളത്. അതായത് 5 വർഷം മുമ്പ് പത്മരാജൻ്റെ 75ാം ജന്മവാർഷികം വളരെ കേമമായിട്ട് ആഘോഷിക്കണം എന്ന് ഞങ്ങൾ കരുതി. അന്ന് ഞങ്ങളുടെ പ്രവർത്തകർ പലരും പറഞ്ഞു, മോഹൻലാൽ ഇല്ലാതെ എന്താ ആഘോഷം എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ വരുത്താനൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു. ധാരാളം പേരെ ഈ അദ്ദേഹവുമായിട്ട് പത്മരാജനുമായിട്ട് ബന്ധപ്പെട്ടവരെയൊക്കെ ആദരിക്കാൻ ഒക്കെ ഉള്ള ഏർപ്പാട് ചെയ്തു. അപ്പോഴാണ് കോവിഡിൻ്റെ വരവ്. എല്ലാ പരിപാടിയും നിർത്തിവെക്കേണ്ടി വന്നു. ഞങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ലളിതമായ ഒരു ചടങ്ങാണ് അത്തവണ നടന്നത്. എന്നാലും അത്തവണത്തെ അവാർഡ് ജേതാക്കളെല്ലാം പ്രശസ്തരായിരുന്നു. ജൂറി മെമ്പേഴ്സ് എല്ലാം സെലിബ്രിറ്റീസ് ആയിരുന്നു. ഓഡിയൻസ് വളരെ കുറവായിരുന്നു, കാരണം അന്നത്തെ നിയമം അതായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ അതിന് ശേഷം അപ്പോൾ ഞങ്ങൾ ഈ 80 ആയപ്പോൾ ആ കടം ഒന്ന് വീട്ടാം എന്ന് തീരുമാനിച്ചു. അതിന് ശ്രീ മോഹൻലാലിനെ സമീപിച്ചു. അദ്ദേഹം എല്ലാ സഹകരണവും അറിയിച്ചു. അതോടെ ഞങ്ങൾക്ക് ആത്മവിശ്വാസമായി. പിന്നെ വേറൊന്നുണ്ട്, അതിന് ശേഷം ഈ 75ാം വാർഷികത്തിന് ശേഷം ഓരോ തവണയും 1-2 പേരെ വെച്ച് പത്മരാജൻ സിനിമകളുമായിട്ട് ബന്ധപ്പെട്ടവരെ ഞങ്ങൾ ആദരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് കുറേ പേരെ ആദരിക്കുന്നത്. അപ്പോൾ മോഹൻലാൽ എന്ന് പറയുമ്പോൾ ഇവിടെ പത്മരാജനും മോഹൻലാലുമായിട്ടും പത്മരാജൻ കഥാപാത്രങ്ങളും മോഹൻലാലുമായിട്ടും ഒരു ആത്മബന്ധം ഉണ്ട്. പത്മരാജൻ ഒരിക്കലും താരമൂല്യത്തിൻ്റെ പുറകെ പോകുന്ന സംവിധായകനല്ല. അദ്ദേഹം കഥാപാത്രത്തിന് യോജിച്ച ആർട്ടിസ്റ്റിനെ തിരഞ്ഞെടുക്കുന്ന ആളാണ്. നിങ്ങൾക്കറിയാം, ധാരാളം സിനിമകളിൽ അദ്ദേഹം പുതുമുഖങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്, ആദ്യമായി അഭിനയിക്കുന്നവർ. അങ്ങനെ കൊണ്ടുവന്ന പുതുമുഖങ്ങളിൽ പലരും പിന്നീട് വലിയ താരങ്ങളായി മാറി. അദ്ദേഹത്തിന് അതിലൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടായില്ല, കാരണം ഒരു താരം തന്നെ വേണമെന്നില്ലായിരുന്നു. പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പല കഥാപാത്രങ്ങളുടെയും മുഖച്ഛായ ഉള്ളയാളാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഇപ്പോൾ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, കഥ വായിക്കുമ്പോൾ, ഒരു സിനിമയായ കഥയാണെന്ന് വെച്ചോളൂ, ആ സിനിമ മറന്നിട്ട് ഒരു കഥ വായിച്ചാൽ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലുമൊക്കെ ആർട്ടിസ്റ്റിൻ്റെ രൂപം ഉണ്ടാവും കഥാപാത്രങ്ങളായിട്ട്. പക്ഷേ തൂവാനത്തുമ്പികൾ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, ഇത് ആര് വായിച്ചാലും അതിലെ നായകന്മാരുടെ രൂപം മോഹൻലാലായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ള. ഞാൻ അദ്ദേഹം തിരക്കഥ എഴുതി മറ്റുള്ളവർ സംവിധാനം ചെയ്ത പടത്തെക്കുറിച്ച് പറയുന്നില്ല, കാരണം ഒരു എഴുത്തുകാരൻ ഈ നടനുമായിട്ട് നേരിട്ട് ബന്ധമില്ല, സംവിധായകനും നടനുമായിട്ടാണ് ബന്ധം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 5 ചിത്രങ്ങൾ, ഈ 5 ചിത്രങ്ങളിൽ 5 മോഹൻലാലാണ്. ഏറ്റവും ഒരു സാമ്യം തോന്നാവുന്നത് ഇപ്പോൾ സോളമനും ജയകൃഷ്ണനും തമ്മിലായിരിക്കാം. അതുപോലും സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ സാമ്യമേ ഇല്ല. പോലീസ് ഓഫീസറായിട്ട് വന്നിട്ടുണ്ട്, കൊടും കുറ്റവാളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ മുഖമാണ് ഈ 5 കഥാപാത്രങ്ങളിലും നമ്മൾ കാണുന്നത്. അപ്പോൾ പത്മരാജൻ്റെ രചനാ രീതിയുടെ ഒരു പ്രത്യേകത ഏതെങ്കിലും ഒന്നിൽ ഒരു മേഖലയിൽ കുടുങ്ങിക്കിടക്കരുതെന്നുള്ളതാണ്. ഷോണറുകളുടെ അടിമയല്ല. അദ്ദേഹത്തിന് നിരവധി പ്രമേയങ്ങളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. ക്രൈമും ഫാൻറ്റസിയും ഒന്നും അദ്ദേഹത്തിന് അന്യമല്ല. അപ്പോൾ അവസാന കാലത്തെ രചനകൾ നോക്കുക. ഞാൻ ഗന്ധർവൻ, അതിൽ ഫാൻറ്റസിയുണ്ട്. പ്രതിമയും രാജകുമാരിയും എന്ന നോവൽ, അതിൽ ഫാൻറ്റസിയുണ്ട്. ക്രൈം,
ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് നല്ല ഒരു ക്രൈം കഥയാണ്. അതുപോലെ അദ്ദേഹം സംവിധാനം ചെയ്ത സീസണിൽ മോഹൻലാൽ ചെയ്ത കഥാപാത്രം, എനിക്ക് തോന്നുന്നു അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഈ കഥാപാത്രത്തിന് പിന്നെ പലതും ചെയ്യാനുണ്ട്. കാരണം ആ കൊടും കുറ്റവാളിയുടെ കഥ അവിടെ അവസാനിക്കുന്നില്ല. മാത്രമല്ല വേറൊരു രസവും കൂടെ ഉണ്ട്. ഈ കാലത്തിന് മുന്നേ നടന്ന കലാകാരനാണ് പത്മരാജൻ എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ രചനകൾ നമുക്ക് അത് സാക്ഷ്യപ്പെടുത്തുകയാണ്, ആലങ്കാരികമായി പറയുന്നതല്ല. ഉദാഹരണത്തിന് ഈ തൂവാനത്തുമ്പികൾ വന്ന കാലത്ത് ഞാനടക്കമുള്ള നിരൂപകർ അക്കാലത്ത് അതിനെ വലിയ കാര്യമായി കണ്ടില്ല, സത്യമാണ്. പക്ഷേ ഇന്ന് ഏറ്റവും അധികം ആളുകൾ ആസ്വദിക്കുന്ന ഒരു കലാസൃഷ്ടിയായി അത് മാറിയിരിക്കുന്നു. പുതിയ തലമുറ അത് ഏറ്റെടുത്തിരിക്കുന്നു. അതുപോലെ അദ്ദേഹം അന്ന് ചെയ്ത പലതും ഇന്ന് വളരെ പ്രസക്തമായി മാറിയിരിക്കുന്നു. അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ അത് വന്ന കാലത്ത് പലർക്കും അതിശയോക്തിയായിട്ട് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് തന്നെയാണ് അന്ന് അദ്ദേഹം അവതരിപ്പിച്ചത്. സീസണും അതെ. എന്താ സീസണിൽ പറയുന്നത്? മയക്കുമരുന്നിൻ്റെ കഥയാണ്. ആ മയക്കുമരുന്നിൻ്റെ പ്രശ്നങ്ങൾ അന്നത്തേക്കാൾ രൂക്ഷമായി ഇന്നുണ്ട്. അത് അന്ന് തന്നെ കാണാനും അവതരിപ്പിക്കാനും പത്മരാജന് കഴിഞ്ഞു. അപ്പം ഞാൻ വളരെ നീട്ടുന്നില്ല, കാരണം എല്ലാവരും ലാലിൻ്റെ വാക്കുകൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും അവാർഡുകളെക്കുറിച്ച് കൂടി ഒന്ന് പറയാം. അദ്ദേഹം നമ്മളെ വിട്ടുപോയ അടുത്ത വർഷം തൊട്ട് അവാർഡുകൾ കൊടുത്തു തുടങ്ങിയാണ്. ഇന്നിപ്പോൾ മലയാളത്തിലെ ഏറ്റവും വിശ്വസനീയമായ, എല്ലാവരും ആഗ്രഹിക്കുന്ന അവാർഡുകളായിട്ട് പത്മരാജൻ അവാർഡുകൾ മാറി. ഒരു കാലം വരെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുകയും അതിൻ്റെ തിരക്കഥയ്ക്കും അതിൻ്റെ സംവിധാനത്തിനും അവാർഡ് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നീട് അത് മാറ്റി. കാരണം 2 പടങ്ങളാകാം, വ്യത്യസ്ത ചിത്രങ്ങളാകാം എന്ന് തീരുമാനിച്ചു. പക്ഷേ ഒരു ചിത്രത്തിൽ തന്നെ ഈ 2 അംശങ്ങളും ഏറ്റവും നന്നായി വരുന്നുണ്ടെങ്കിൽ ഒരു ചിത്രത്തിന് തന്നെ അത് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഇത്തവണ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ചലച്ചിത്ര ഞങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ കോൾ ഫോർ ചെയ്യാറുണ്ട്. കോൾ ഫോർ ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും മികച്ചത് വരണമെന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പാനലുണ്ട്. ഈ പാനലിൻ്റെ നോമിനേഷൻസ് ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ ഏറ്റവും നല്ല ഒരെണ്ണം വിട്ടുപോകരുത് എന്നുള്ള ഉദ്ദേശമാണ് അതിനുള്ളത്. അപ്പോൾ അത് വളരെ സത്യസന്ധമായിരിക്കണമെന്നുള്ളതിന് ഞങ്ങൾ പത്മരാജനെ തന്നെ സാക്ഷിയാക്കുകയാണ്. അങ്ങനെ വന്ന ചിത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കാനായിട്ട് ഇത്തവണ അത് നമ്മുടെ പ്രദീപ് ഇവിടെ പറഞ്ഞു. ടി.കെ. രാജീവ് കുമാറാണ് അധ്യക്ഷനായിരുന്നത്. പ്രിയപ്പെട്ട എസ്. കുമാർ, പിന്നെ ഞാനും ഈ സിനിമാ കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു. ഞങ്ങൾ ധാരാളം ചിത്രങ്ങൾ കണ്ടു. ഒടുവിൽ ഫെമിനിറ്റി ഫാത്തിമയാണ് അവാർഡിന് അർഹമായിട്ട് തിരഞ്ഞെടുത്തത്, ഫാസിൽ മുഹമ്മദിൻ്റെ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ ധാരാളം ഇടിയും മിന്നലും പേമാരിയും മേഘസ്ഫോടനങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് മലയാള സിനിമയുള്ളത്. അതിൻ്റെ ഇടയിൽ ഒരു കുളിർ നിലാവ് പോലെ വന്ന സിനിമയാണ് ഫെമിനിറ്റി ഫാത്തിമ. എന്ന് വെച്ചാൽ അത് വെറും ഒരു തണുപ്പൻ സിനിമ എന്നുള്ളതല്ല, അതിൻ്റെ ഉള്ളിലുണ്ട് ഈ പറഞ്ഞതെല്ലാം. ഈ പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിലുമുണ്ട്. പക്ഷേ അത് കലയുടെ ഒരു മേലാപ്പിനുള്ളിലാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അത് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിനാണ് കൊടുത്തത്. പിന്നെ സാഹിത്യത്തിൻ്റെ മേഖലയിൽ ഇന്ന് ഉണ്ണിയാറും ഇന്ദുഗോപനും കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ അവാർഡ് ജേതാക്കളാണ്. അവരാണ് ഇത്തവണ ജൂറിയിലുണ്ടായിരുന്നത്. പ്രദീപം ഉണ്ടായിരുന്നു. അതിൽ എസ്. ഹരീഷിൻ്റെ നോവലിന് പട്ടുനൂൽപ്പുഴു. ഹരീഷ് ഞങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ള ആളാണ്. ഇത്തവണയാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞത്. അതുപോലെ വി. എസ്. റഫീഖ് കഥയ്ക്ക്. പിന്നെ ഐശ്വര്യ കമലയുടെ നോവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പുതുതായിട്ട് ഏർപ്പെടുത്തിയ ഒരു അവാർഡാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ അവാർഡാണത്. ഒരു നവാഗത നോവലിസ്റ്റിനുള്ള അവാർഡ് എന്നുള്ള നിലയിൽ. അപ്പോൾ പക്ഷേ ഞങ്ങളുടെ ജൂറിയാണത് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു കേവലം സ്പോൺസേഴ്സ് അല്ല. അവർ കലാപരമായ പ്രവർത്തനത്തിന് വേണ്ടി അവരുടെ ഒരു ഭാഗം ഒരു പങ്ക് വഹിക്കുകയാണ്. പണ്ട് MKK നായർ ഫാക്ടിൽ ചെയ്തിരുന്ന പോലെ, SBT സാഹിത്യ അവാർഡ് കൊടുത്തിരുന്ന പോലെ. അപ്പോൾ അതിന് ഞങ്ങളെ പങ്കാളികളാക്കി. അതിന് ഞങ്ങൾക്ക് വളരെ കൃതജ്ഞതയുണ്ട്. അവരുടെ പ്രതിനിധികളായ പ്രഗീഷിനും
ഒക്കെ നന്ദി പറയുന്നു. അങ്ങനെ അവരുടെ സഹകരണത്തോടെയാണ് ആ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇത് ഇന്നിവിടെ സാധ്യമാക്കാനായിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, അവരെ ആരെയും പേരെടുത്ത് പറയാൻ എനിക്ക് ആഗ്രഹമില്ല, കാരണം പറയുകയാണെങ്കിൽ എല്ലാവരെയും പറയണം. എങ്കിലും പ്രദീപ് പനങ്ങാടിനെയും എ ചന്ദ്രശേഖരനെയും പ്രത്യേകം പറയാതിരിക്കാൻ നിർവാഹമില്ല. അവർ ഇതിൻ്റെ പുറകെ തന്നെ ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ച് കൂടുകയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും, പിന്നെ സനിൽകുമാറിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. തിരുവനന്തപുരത്തെ ഒരു വലിയ സാംസ്കാരിക സാന്നിധ്യമാണ് സനിൽകുമാർ. ഞങ്ങളെ വളരെയേറെ സഹായിച്ചു ഇത്തവണ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന്. അവാർഡ് നേടിയവർക്കെല്ലാം അഭിനന്ദനങ്ങൾ. ബാക്കി ഇവിടെ വന്ന എല്ലാവരോടും എൻ്റെ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. നമസ്കാരം. അതെ, ഇന്ന് പത്മരാജൻ്റെ സിനിമകളെ പറ്റി, അദ്ദേഹത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹം ലാലേട്ടന് പത്മരാജൻ സിനിമകളെ പറ്റി, പത്മരാജനൊപ്പം പ്രവർത്തിച്ചതിനെ പറ്റി എന്താണ് പറയാനുള്ളത് എന്നാണല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കും അനുഭവങ്ങളിലേക്കും പോകുന്നതിന് മുന്നേ നമ്മുടെ ലാലേട്ടനെ പറ്റി ഒരു വീഡിയോ കാണാം. ടു ദി AV പ്ലീസ്. ഞാൻ ഗന്ധർവൻ, ചിത്രശലഭമാകാനും സമാനതകളില്ലാത്ത തിരസാന്നിധ്യമായി കഴിഞ്ഞ 47 വർഷങ്ങളായി മലയാളിയുടെ സാംസ്കാരിക ജീവിതത്തിൽ അവരുടെ സഹോദരനായി, മകനായി, പിതൃബിംബമായൊക്കെ നിലനിൽക്കുന്ന ദ വൺ ആൻഡ് ഓൺലി കംപ്ലീറ്റ് ആക്ടർ ലഫ്റ്റനന്റ് കേണൽ പത്മഭൂഷൺ ഡോക്ടർ വി മോഹൻലാൽ എന്ന മലയാളിയുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ സമാന്തര കലാമുഖ്യധാര വേർതിരിവുകളെ അപ്രസക്തമാക്കിക്കൊണ്ട് കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക്, അവരുടെ സങ്കീർണമായ അന്തസംഘർഷങ്ങളിലേക്ക് അനായാസമായി അലിഞ്ഞു ചേരുന്ന നടനകാന്തി, മറ്റു ഭാഷാ അഭിനേതാക്കളെ അസൂയാലുക്കളാക്കുന്ന നടനപ്രസ്ഥം, മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമെന്ന് സാക്ഷാൽ MT വാസുദേവൻ നായർ വിശേഷിപ്പിച്ച കേരളത്തിന്റെ അഭിമാനം, മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവുകളായ ഒരുപിടി കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ തിരക്കഥാകൃത്തും സംവിധായകനുമായ പത്മരാജന്റെ 80ാം ജന്മദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കാനും അദ്ദേഹത്തിന്റെ പേരിൽ കഴിഞ്ഞ 34 വർഷമായി നൽകിപ്പോരുന്ന സാഹിത്യ ചലച്ചിത്ര പുരസ്കാരങ്ങൾ സമർപ്പിക്കാനുമുള്ള ക്ഷണം അനശ്വരനായ ആ പ്രതിഭയോടുള്ള ആദരവായി കണക്കാക്കി സ്വീകരിച്ച് ആ നിയോഗം സസന്തോഷമേറ്റെടുത്ത് ഈ സന്ധ്യ ധന്യമാക്കാൻ എത്തിച്ചേർന്ന മലയാളത്തിന്റെ മഹാനടൻ പി പത്മരാജൻ ട്രസ്റ്റിന്റെ സ്നേഹം, നന്ദി. ലാലേട്ടനെ സഹർഷം സവിനയം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സുമുള്ള വിശിഷ്ട വ്യക്തികൾ, ശ്രീമതി രാധാലക്ഷ്മി, അവാർഡ് ജേതാക്കളെ, പ്രിയപ്പെട്ടവരെ, വളരെയധികം സന്തോഷമുണ്ട് ഇന്നിവിടെ നിൽക്കുമ്പോൾ. നമ്മളേറെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ദീപ്ത സ്മൃതി നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരുപോലെ സങ്കടവും സന്തോഷവും നൽകുന്നതാണ്. ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 80ാം പിറന്നാൾ ആഘോഷിക്കേണ്ടിയിരുന്ന പ്രിയപ്പെട്ട പത്മരാജൻ സാർ നമ്മളോടൊപ്പമില്ല എന്നോർത്താണ് സങ്കടം. സന്തോഷം അദ്ദേഹത്തെ പോലുള്ള വലിയ പ്രതിഭകളുള്ള ജീവനുള്ള ഓർമ്മകളിലെങ്കിലും ജീവിക്കാൻ ആവുന്നല്ലോ എന്നതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനും മിസ്റ്റർ മമ്മൂട്ടിയൊക്കെ അടങ്ങുന്ന തലമുറയ്ക്ക് കിട്ടിയ സൗഭാഗ്യത്തെപ്പറ്റി. സത്യത്തിൽ അസാമാന്യ പ്രതിഭാശാലികളോടൊത്ത് പ്രവർത്തിക്കാനായി എന്നതാണ് ഞങ്ങളെ ഇന്ന് കാണുന്ന ഞങ്ങളാക്കി മാറ്റിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ IV ശശി സാറിൻ്റെയും മറ്റും മുഖ്യധാര സിനിമകളിലും ഭരതേട്ടനെയും പ്രിയപ്പെട്ട പത്മരാജൻ ഞങ്ങളുടെ പപ്പേട്ടൻ്റെ പോലുള്ള സമാന്തര സിനിമകളിലും ഒരേ സമയം അഭിനയിക്കാനായതാണ് ഞങ്ങളുടെ കരിയറിനെ ശാക്തീകരിച്ചത് എന്ന് ഞാൻ കരുതുന്നു. അതിൽ തന്നെ കരിമ്പിൻ പൂവിനക്കരെ പോലെ ശശിയേട്ടനും പപ്പേട്ടനും ഒന്നിച്ച സിനിമകളിലും എനിക്ക് അഭിനയിക്കാനായത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. TV ഒക്കെ വരും മുമ്പ്
ഈ തിരുവനന്തപുരത്ത് പഠിച്ചു വളർന്ന ഏതൊരാളെയും പോലെ പത്മരാജൻ എന്ന പ്രതിഭയെ ഞാനും ആദ്യം പരിചയപ്പെടുന്നതും തിരിച്ചറിയുന്നതും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെയാണ്. ആകാശവാണിയിലൂടെ ഒഴുകി പരന്നെത്തുന്ന എന്തെല്ലാമോ സവിശേഷതയുള്ള, ആഴമുള്ള, അതിലേറെ കാൽപ്പനികത തുളുമ്പുന്ന ശബ്ദം. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെയാണ്. ഞങ്ങളൊക്കെ ചേർന്ന് തിരനോട്ടം എന്നൊരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിച്ചു, ഉണ്ടാക്കി. ആ സിനിമ ഉണ്ടാക്കുന്നതിന് 2 വർഷം മുമ്പാണ് 1975 ഭരതേട്ടന് വേണ്ടി പ്രയാണം എഴുതിക്കൊണ്ട് അദ്ദേഹം സിനിമയിലെത്തുന്നത്. അന്ന് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന മുടവൻ മുകളിനടുത്ത് പൂജപ്പുരയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഇതാ ഇവിടെ വരെ, തകര, വാടകയ്ക്കൊരു ഹൃദയം, രതി നിർവേദം എന്നീ സിനിമകളൊക്കെ അന്നത്തെ ഞങ്ങൾ പ്രേക്ഷകരെ കിടിലം കൊള്ളിച്ച സിനിമകളായിരുന്നു. അന്നൊന്നും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ അഭിനയിക്കാൻ സാധിക്കുമെന്ന്. ദൈവാധീനം കൊണ്ട് 1 അല്ല 5 ചിത്രങ്ങളിൽ എനിക്ക് അഭിനയിക്കാനായി. അദ്ദേഹത്തിൻ്റെ ദീർഘമായ ശബ്ദ സാന്നിധ്യം സീസൺ എന്ന ഞാൻ അഭിനയിച്ച ചിത്രത്തിലൊരു ഗാനത്തിലുണ്ടായതും ഒരു ഭാഗ്യമായി കരുതുന്നു. പോയി വരൂ എന്നുള്ള ഗാനത്തിന് അദ്ദേഹത്തിൻ്റെ ശബ്ദമായിരുന്നു ഏറ്റവും കൂടുതൽ മുഴങ്ങിയിരുന്നത്. ഇളയരാജയാണ് ആ ഗാനം ചിട്ടപ്പെടുത്തിയത്. 1986 അദ്ദേഹം സംവിധാനം ചെയ്ത 2 ചിത്രങ്ങളിലൂടെയാണ് ഞങ്ങളുടെ സിനിമ ബന്ധം തുടങ്ങുന്നത്. ദേശാടന കിളി കരയാറില്ല, അതുപോലെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. വിജയകൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ ഇന്നത്തെ ചെറുപ്പക്കാർ പോലും ഗൃഹാതുരത്വത്തോടെ കൊണ്ടാടുന്ന സാമൂഹ്യ മാധ്യമങ്ങളും പിൽക്കാലത്തെ ചില സിനിമകൾ പോലും ആഘോഷിച്ച തൂവാനത്തുമ്പികൾ പോലുള്ള സിനിമകൾ അതിറങ്ങിയ കാലത്തേക്കാൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുവെങ്കിൽ, സ്വീകരിക്കപ്പെടുന്നുവെങ്കിൽ അതാണ് ആ മഹാപ്രതിഭയ്ക്ക് കാലം കാത്ത് സൂക്ഷിച്ച അല്ലെങ്കിൽ കാത്തുവെച്ച ദക്ഷിണ. അതുപോലെ തന്നെ കാലത്തിന് മുമ്പേ പിറന്ന രചനകളായിരുന്നു സീസണും ദേശാടന കിളി കരയാറില്ല എന്ന സിനിമയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കലാകാരനെ സംബന്ധിച്ച് വർഷം ഇത്ര കഴിഞ്ഞിട്ടും വായിക്കുകയും കാണുകയും ആസ്വദിക്കുകയും ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിലും വലിയ ജന്മസാഫല്യം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോളമൻ്റെയും സോഫിയയുടെയും പ്രണയത്തെ മാത്രമല്ല, ക്ലാരയെയും മഴയെയും ജോൺസൺ മാഷിൻ്റെ സംഗീതത്തെയും എൻ്റെ മകനും മകളും അടങ്ങുന്ന തലമുറയും ആരാധനയോടെ ആഘോഷിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമാകാൻ ആയതിൽ സത്യത്തിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. പത്മരാജനെ പോലെ ഒരാളുടെ സംവിധാനത്തിൽ, ഭരത് ഗോപിച്ചേട്ടനെ പോലെ, നെടുമുടി വേണുചേട്ടനെ പോലെ, കവിയൂർ പൊന്നമ്മ ചേച്ചിയെ പോലെ, അമ്പിളിച്ചേട്ടനെ പോലെ മഹാപ്രതിഭകൾക്കൊപ്പം അഭിനയിക്കാൻ സാധിച്ചതിൽ, സഹകരിക്കാൻ സാധിച്ചതിൽ അതൊരു ഗുരുത്തമായിട്ട് കണക്കാക്കുന്ന ആളാണ് ഞാൻ. അഭിനേതാവ് എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹം തന്ന 5 കഥാപാത്രവും 5 തരത്തിൽ വെല്ലുവിളി ഉയർത്തുന്നവയാണ്. ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സീസണിൽ മുഖ്യധാരയിലെ അക്കാലത്തെ എൻ്റെ പ്രതിനായക വേഷങ്ങളിൽ നിന്ന് വിഭിന്നമായൊരു പ്രതിനായകനെ അവതരിപ്പിക്കേണ്ടി വന്നു. അതുപോലെ ദേശാടനക്കിളിയിലാവട്ടെ അന്ന് നിഷിദ്ധമായിരുന്ന ഒരു ഇതിവൃത്യമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആ കഥാപാത്രത്തിൻ്റെ ആത്മസംഘർഷം ഉൾക്കൊള്ളുക ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതിലും അണ്ടർ റേറ്റായി എനിക്ക് അനുഭവപ്പെട്ടൊരു സിനിമയാണ് കരിയിലക്കാറ്റ് പോലെ. മലയാളത്തിൽ ഇന്നോളം ഇറങ്ങിയ മൾട്ടി സ്റ്റാർ സിനിമകളിൽ വെച്ച് ഏറ്റവും അണ്ടർ റേറ്റഡായ ഒരു സിനിമയായിരുന്നു. പക്ഷേ അഭിനേതാവ് എന്ന നിലയ്ക്ക് സംതൃപ്തി തന്ന വേഷവുമായിരുന്നു. എനിക്ക് ലഭിച്ച മികച്ച പോലീസ് വേഷങ്ങളിലൊന്നായിട്ടാണ് ഞാൻ കരിയിലക്കാറ്റ് പോലെ എന്ന സിനിമയെ കാണുന്നത്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളും തൂവാനത്തുമ്പികളും മറ്റും നിർമ്മിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പപ്പൻ എന്ന് വിളിക്കുന്ന അനന്തപത്മനാഭനും മാധവക്കുട്ടിയും ഒക്കെ കുട്ടികളാണ്. അവരുമായും രാധാലക്ഷ്മി ചേച്ചിയുമായും കുടുംബപരമായും ഏറെ അടുപ്പമുണ്ട് എനിക്ക്.
എൻ്റെ അമ്മയ്ക്ക് രാധാലക്ഷ്മി ചേച്ചിയെ വലിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ഈ നിമിഷം കൃതാർത്ഥതയുടേതാണ്. ഒരു വലിയ കലാകാരന്, എന്നെപ്പോലൊരു കലാകാരൻ നിർബന്ധമായി നൽകേണ്ട മാനസ പൂജയായിട്ടാണ് ഈ ചടങ്ങിന് പങ്കെടുക്കാൻ ലഭിച്ച ക്ഷണത്തെ ഞാൻ കണക്കാക്കിയത്. ഈ നിയോഗം എന്നെ തേടി എത്തിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കണക്കാക്കിയിരുന്ന പപ്പേട്ടൻ്റെ 80ാം ജന്മവാർഷിക വേളയിലെ പത്മരാജൻ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലെനിക്ക് അനൽപമായ അഭിമാനവും അതിലേറെ സന്തോഷമുണ്ട്. എന്നെ ക്ഷണിച്ച പത്മരാജൻ ട്രസ്റ്റ് ഭാരവാഹികളോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടുമുള്ള എൻ്റെ നന്ദി കൂടി ഈ അവസരത്തിൽ പങ്കുവച്ചുകൊള്ളട്ടെ. ഇനി പത്മരാജൻ പുരസ്കാരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, വിവാദങ്ങളെ പടിപ്പുറത്ത് നിർത്തിക്കൊണ്ട് ഏവരും കുതിക്കുന്നൊരു അപൂർവ ബഹുമതിയായി തീരാൻ സാധിച്ചു എന്നതും 3 പതിറ്റാണ്ടിലേറെയായി വിട്ടുവീഴ്ച കൂടാതെ അത് നിർണ്ണയിക്കാനും അർഹമായ കരങ്ങളിൽ എത്തിച്ചു കൊടുക്കാനും സാധിച്ചു എന്നതും ചെറിയ കാര്യമല്ല. ഇത്തവണ പുരസ്കാരം നേടിയ എഴുത്തുകാരെയും ചലച്ചിത്ര പ്രവർത്തകരെയും ഹൃദയം തൊട്ട് അഭിനന്ദിക്കട്ടെ. ലക്ഷണമൊത്ത കൈ എന്നൊക്കെ പറയാറില്ലേ, അതാണ് പത്മരാജൻ പുരസ്കാരം. അത് ലഭിച്ചവരൊക്കെയും പിൽക്കാലത്ത് സാഹിത്യത്തിലും സിനിമയിലും കൂടുതൽ അർത്ഥവത്തായ സംഭാവനകളുമായി തിളങ്ങിയിട്ടേ ഉള്ളൂ. അവാർഡ് ഏറ്റുവാങ്ങുന്ന ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നന്ദി ലാലേട്ട. ഇനി നമ്മൾ പുരസ്കാര സമർപ്പണ ചടങ്ങിലേക്കാണ് കടക്കുന്നത്. ആദ്യമായി പത്മരാജൻ സാഹിത്യ പുരസ്കാരങ്ങളാണ് നൽകുന്നത്. ഇത്തവണ മികച്ച നോവലിനുള്ള അവാർഡ് ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രശസ്ത നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ ശ്രീ എസ് ഹരീഷിനെ ക്ഷണിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ പറ്റി ഒരു വീഡിയോ കാണാം. ടു ദി AV പ്ലീസ്. മലയാള സാഹിത്യത്തിലെ യുവനിരയിൽ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരിൽ ഒരാളാണ് കോട്ടയം നീണ്ടൂർ സ്വദേശി എസ് ഹരീഷ്. മികച്ച കഥകൾ ഉൾപ്പെടുന്ന രസവിദ്യയുടെ ചരിത്രമടക്കമുള്ള കഥാസമാഹാരങ്ങൾ എഴുതിയ ഹരീഷിന്റെ ആദ്യ നോവലായ മീശ വിവാദങ്ങളോടൊപ്പം തന്നെ നിരൂപക ശ്രദ്ധയും നേടി. ചെറുകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അദ്ദേഹത്തിന്റെ നോവലിനും സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഏതൻ, ജല്ലിക്കെട്ട്, ചുരുളി, നൻപകൽ നേരത്തു മയക്കം, തെക്കുവടക്ക് തുടങ്ങിയ സിനിമകൾക്ക് തിരക്കഥയൊരുക്കിയ ഹരീഷ് മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡും നേടി. ഓഗസ്റ്റ് 17 എന്ന നോവലിന് ശേഷം എഴുതിയ പട്ടുനൂൽ പുഴുവിനാണ് ഇത്തവണത്തെ നോവലിനുള്ള പത്മരാജൻ പുരസ്കാരം. ഈ ബഹുമതി നേടുന്ന എസ് ഹരീഷിന് പി പത്മരാജൻ ട്രസ്റ്റിന്റെ അഭിനന്ദനങ്ങൾ. ഹരീഷ് സർ, അർഹതയ്ക്കുള്ള ഈ ഒരു പുരസ്കാരം ലാലേട്ടനിൽ നിന്നും ഏറ്റുവാങ്ങാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട ലാലേട്ടനോട് അവാർഡ് സമർപ്പിക്കാൻ സവിനയം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. 20,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഈ ഒരു പുരസ്കാരത്തിനായി ശ്രീ ഹരീഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ പട്ടുനൂൽ പുഴു എന്ന നോവലിൻ്റെ എഴുത്തുകാരനായ ഉണ്ണിയാർ, GR ഇന്ദുഗോപൻ, പ്രദീപ് പനങ്ങാട് എന്നിവരടങ്ങുന്ന ജൂറിയാണ് ഐകകണ്ഠേന ഈ ഒരു നോവലിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. നന്ദി ശ്രീ ഹരീഷ്. അടുത്തത് പത്മരാജൻ ചെറുകഥ പുരസ്കാരമാണ്. ഇടമലയിലെ യാക്കൂബ് എന്ന കഥ എഴുതിയ തിരക്കഥാകൃത്തും അഭിനേതാവും കൂടിയായ ശ്രീ PS റഫീഖിനെ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ചെറിയ ഓഡിയോ വീഡിയോ കാണാം. ടു ദി AV പ്ലീസ്.
തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ് എന്നീ നിലകളിലെല്ലാം ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള എഴുത്തുകാരനാണ് കൊടുങ്ങല്ലൂർക്കാരനായ PS റഫീഖ്. കഥകളിൽ നവഭാവുകത്വം പേറുന്ന അദ്ദേഹത്തിന്റെ എഴുത്ത് ശൈലി കടുവ തുടങ്ങിയ സമാഹാരങ്ങളിലൂടെ തന്നെ പ്രകടമായതാണ്. ആമേൻ, നായകൻ, തൊട്ടപ്പൻ, മലൈക്കോട്ടെ വാലിബൻ തുടങ്ങിയ ചിത്രങ്ങൾക്ക് വേണ്ടി തിരക്കഥ എഴുതിയ റഫീൽ ബാരൽ, അങ്കമാലി ഡയറീസ്, വാങ്ക്, തൊട്ടപ്പൻ, മലൈക്കോട്ടെ വാലിബൻ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ഗാനങ്ങളും എഴുതി. എഴുത്തിന് ഭാഷാഭൂഷണി അവാർഡ്, DC ബുക്സ് അവാർഡ്, അങ്കണം പുരസ്കാരം, ഗീതാ ഹിരണ്യൻ പുരസ്കാരം എന്നിവയും തിരക്കഥയ്ക്ക് സംസ്ഥാന അവാർഡും നേടിയ റഫീഖിന്റെ ഇടമലയിലെ യാക്കൂബ് എന്ന കഥയ്ക്കാണ് ഇത്തവണ P. പത്മരാജൻ സാഹിത്യ പുരസ്കാരം. ഈ ബഹുമതി നേടിയ റഫീഖിന് P. പത്മരാജൻ ട്രസ്റ്റിന്റെ ആശംസകൾ. രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഏറ്റുവാങ്ങാൻ ശ്രീ റഫീഖിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി ശ്രീ റഫീഖ്. പത്മരാജൻ പുരസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മികച്ച സംവിധായകനും TK രാജീവ് കുമാർ അധ്യക്ഷനും, ഛായാഗ്രാഹകൻ ശ്രീ S. കുമാർ, നിരൂപകൻ ശ്രീ വിജയകൃഷ്ണനും അംഗങ്ങളായ ജൂറിയാണ് ഈ വിഭാഗത്തിലെ ജേതാവിനെ നിർണയിച്ചിരിക്കുന്നത്. ഇത്തവണ ഇവ രണ്ടും നേടിയിരിക്കുന്നത് ഫെമിനിറ്റി ഫാത്തിമ എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച ഫാസിൽ മുഹമ്മദാണ്. ആ യുവ ചലച്ചിത്ര പ്രതിഭയെ കൂടുതൽ അറിയാനായി അദ്ദേഹത്തിന്റെ ഒരു AV നമ്മൾ കാണാൻ പോകുന്നു. ടു ദി AV പ്ലീസ്. പൊന്നാനിയിൽ ജനിച്ച് ഇരിങ്ങാലക്കുടയിൽ പഠിച്ച് മലയാള ചലച്ചിത്രവേദിയിൽ ചിത്ര സന്നിവേശകനായി കടന്നു വന്നയാളാണ് ഫാസിൽ മുഹമ്മദ്. 15ഓളം സിനിമകൾക്ക് സ്പോട്ട് എഡിറ്ററായി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഫാസിൽ തന്റെ ആദ്യ ഹ്രസ്വചിത്രം സംവിധാനം ചെയ്യുന്നത്. 2022 ഖബർ എന്ന ഹ്രസ്വചിത്രം ചില ബഹുമതികൾ നേടി ശ്രദ്ധിക്കപ്പെട്ടു. ട്യൂഷൻ വീട് പരമ്പര യൂട്യൂബിൽ വൈറലായി. അവിടെ നിന്നാണ് മുസ്ലിം ജീവിത പരിസരത്തു നിന്നുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളെ ഉൾപ്പെടുത്തി ഫെമിനിറ്റി ഫാത്തിമ എന്ന സിനിമയ്ക്ക് ജന്മം കൊടുക്കുന്നത്. കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ്, നെറ്റ്പാക്ക് പുരസ്കാരം, പ്രേക്ഷക പുരസ്കാരം എന്നിവ നേടിയ ചിത്രത്തിനും സംവിധായകനും തുടർന്നും ബഹുമതികൾ തേടിയെത്തി. മികച്ച ചിത്രത്തിനുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ ചിത്രം, മികച്ച സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നിവയ്ക്കുള്ള 34ാമത് പത്മരാജൻ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെടുന്നതും ഐക്യകണ്ഠേനയാണ്. ആദ്യ കഥാചിത്രത്തിലൂടെ തന്നെ ഈ ബഹുമതികൾ നേടിയ ഫാസിൽ മുഹമ്മദിന് P. പത്മരാജൻ ട്രസ്റ്റിന്റെ ആശംസകൾ. പ്രധാനപ്പെട്ട പല ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇതിനോടകം ഫെമിനിറ്റി ഫാത്തിമ എന്ന സിനിമ നേടിയിട്ടുണ്ട്. P. പത്മരാജന്റെ പേരിലുള്ള ചലച്ചിത്ര പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ഫാസിൽ മുഹമ്മദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. 2 വിഭാഗത്തിലും കൂടി 40,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. നന്ദി ശ്രീ ഫാസിൽ. ഇന്ത്യയുടെ അനന്തവിഹായസിൽ മലയാളികളുടെ ജീവിതവുമായി പറക്കുന്ന വ്യോമപക്ഷികളുടെ ചിറകുകളിൽ കഥകളുടെ ഒരു മഹാപ്രപഞ്ചം ചിത്രങ്ങളിലൂടെ വിനിമയം ചെയ്യുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് കഥകളുടെ രാജകുമാരനായിരുന്ന പത്മരാജന്റെ പേരിലുള്ള പുരസ്കാരങ്ങളുമായി കൈകോർക്കുന്നത് 3 വർഷങ്ങൾക്ക് മുൻപാണ്. ഈ പുതുമുഖ എഴുത്തുകാരൻ്റെയോ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെയോ ആദ്യ സുപ്രധാന നോവലിന് പത്മരാജൻ പുരസ്കാരങ്ങൾക്കൊപ്പം എയർ ഇന്ത്യ എക്സ്പ്രസ് ഏർപ്പെടുത്തിയ അവാർഡ് ബഹുമതി നേടുന്നത് ഐശ്വര്യ കമലയാണ്. ഐശ്വര്യ കമലയുടെ വൈറസ് എന്ന നോവലാണ് ഈ ഒരു ബഹുമതി കരസ്ഥമാക്കിയിട്ടുള്ളത്. ഐശ്വര്യയെ പറ്റിയുള്ള AVയിലേക്ക് നമ്മൾ കടക്കുന്നു. റേഡിയോളജിയിൽ നിന്ന് എഴുത്തിലേക്ക് കടന്നുവന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലുമായി എഴുതുന്ന യുവ എഴുത്തുകാരിയാണ് തിരുവനന്തപുരത്തിന്റെ സ്വന്തം ഐശ്വര്യ കമല. കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഫിലോസഫി പഠനം തുടരുന്ന അവരുടെ ലേഖനങ്ങളും ഇംഗ്ലീഷ് കവിതകളും വാട്ട്ഫോർഡ് ഡെയിലി, മോർണിംഗ് സ്റ്റാർ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലൂടെ ഇതിനകം അനുവാചക ശ്രദ്ധ നേടിയതാണ്.
ലിറ്ററേറ്റ് മാഗസിൻ ഗൈ ഡി മൗപ്പസിനോടുള്ള ആദരസൂചകമായി റൂം ആഫ്റ്റർ മീ എന്ന കവിതയ്ക്ക് യുവർ വേർഡ് റെസണേറ്റ്സ് അവാർഡും കേരള കലാകേന്ദ്രം കമലാ സുരയ്യയ്ക്ക് ആദരസൂചകമായി നൽകുന്ന 2024 മാധവിക്കുട്ടി കമലാ സുരയ്യ സ്പെഷ്യൽ ജൂറി അവാർഡും ലഭിച്ചിട്ടുണ്ട്. DC നോവൽ പുരസ്കാരത്തിന്റെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ഐശ്വര്യയുടെ ആദ്യ നോവലായ വൈറസിനാണ് ഇത്തവണ നവാഗത നോവലിസ്റ്റിനുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് പുരസ്കാരം. ഈ പുരസ്കാരം നേടിയ ഐശ്വര്യയ്ക്ക് പി പത്മരാജൻ ട്രസ്റ്റിന്റെ അഭിനന്ദനം. അവാർഡ് സ്വീകരിക്കുന്നതിനായി പ്രിയപ്പെട്ട ഐശ്വര്യയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്കറിയാം, നാട്ട് തനിമയുടെ പല ഇതിവൃത്തങ്ങളും പ്രമേയങ്ങളും ഒളിപ്പിച്ചു വെക്കുന്നതാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെ ചിറകുകൾ. കസവ്, കാഞ്ചീപുരം, കലംകാരി തുടങ്ങി പലവിധ ബിംബങ്ങളിലൂടെ ഇന്ത്യയുടെ സംസ്കാര വൈവിധ്യത്തിൻ്റെയും പ്രമേയങ്ങളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. കേരളത്തിൽ നിന്നും ആഴ്ചതോറും അതിൻ്റെ 245 ആകാശപക്ഷികളാണ് ചിറക് വിരിച്ച് പറക്കുന്നത്. നന്ദി ഐശ്വര്യ. മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ 80ാം ജന്മവാർഷികം ആഘോഷിക്കുമ്പോൾ ലാലേട്ടനെ മുഖ്യ അതിഥിയായി ക്ഷണിക്കണം എന്നതിനൊപ്പം ശ്രീ പത്മരാജനോടൊപ്പം പ്രവർത്തിച്ച അദ്ദേഹവുമായി അത്രയേറെ അടുപ്പമുണ്ടായിരുന്നവരെ ആദരിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ ധന്യ നിമിഷങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. പത്മരാജൻ്റെ സഹായികളായും സാങ്കേതിക പ്രവർത്തകരായും ഒപ്പം നിന്ന ചില പ്രതിഭകൾ ഇന്നിവിടെ ട്രസ്റ്റിൻ്റെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കുള്ള ട്രസ്റ്റിൻ്റെ സ്നേഹാദരം ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ പ്രിയപ്പെട്ട ലാലേട്ടനെ സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ലെനിൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേണു സർ, ലെനിൻ സർ, ജോഷി സർ, ഇതാണ് ലെനിൻ സർ. കയ്യടികളോടെ അവരെല്ലാം സ്വാഗതം ചെയ്യാം. ഇദ്ദേഹം ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രമുഖനായ ചലച്ചിത്ര സന്നിവേശകനാണ്. പത്മരാജൻ സാറിൻ്റെ ഒട്ടേറെ സിനിമകൾ എഡിറ്റ് ചെയ്തത് ഇദ്ദേഹമാണ്. അപ്പോൾ ആ ബ്യൂട്ടിഫുൾ മൂവീസിൻ്റെ ഒരു കാരണക്കാരൻ കൂടിയാണ് ഇദ്ദേഹം. നിറഞ്ഞ കയ്യടികളോടെ ഇവരെ സ്വാഗതം ചെയ്യുക. അടുത്തതായി ക്ഷണിക്കുന്നു, വേണു സാറിനെ ക്ഷണിക്കുന്നു. പത്മരാജൻ്റെ കണ്ണുകളായിരുന്നു ഈ ഒരു ഛായാഗ്രാഹകൻ എന്നാണ് പറയുന്നത്. ദയ, കാർബൺ തുടങ്ങിയ സിനിമകളുടെ സംവിധായകൻ കൂടിയായ വേണു സാറിനെ വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നന്ദി വേണു സർ. അടുത്തതായി ആദരിക്കുന്നത് പത്മരാജൻ സാറിൻ്റെ സംവിധാന സഹായിയായി തുടങ്ങി പിന്നീട് സംവിധായകനും കേരളത്തിൻ്റെ അഭിമാനവുമായി മാറിയ ശ്രീ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ ആർട്സ് ആൻഡ് സയൻസിൻ്റെ സ്ഥാപകൻ വൈസ് ചെയർമാനുമായ ശ്രീ ജോഷി മാത്യുവിനെയാണ്. ജോഷി സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി ജോഷി സർ. പത്മരാജ ശിഷ്യരിൽ സ്വതന്ത്ര സംവിധായകനായ ആദ്യ ചിത്രത്തിന് തന്നെ സംസ്ഥാന ബഹുമതി നേടിയ ചലച്ചിത്രകാരൻ ഉണ്ണിത്താൻ. ഗുരുനാഥൻ്റെ ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് ആദരം ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തെ സവിനയം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നന്ദി ഉണ്ണിത്താൻ സർ. പത്മരാജൻ സാറിൻ്റെ സഹായികളിൽ ഏറ്റവും പ്രധാനിയായിരുന്ന നടൻ കൂടിയായിരുന്ന ശ്രീ പൂജപ്പുര രാധാകൃഷ്ണൻ സർ
നമുക്കെല്ലാവർക്കും പരിചിതനാണ് അദ്ദേഹം. സഹായി എന്നതിലുപരി അദ്ദേഹം ഒരു കുടുംബത്തിലെ തന്നെ അംഗം എന്ന് തന്നെ പറയാവുന്ന ഒരു വ്യക്തിയാണ്. പൊതുപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി രാധാകൃഷ്ണൻ സർ. പത്മരാജൻ്റെ സർഗജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് ഒപ്പം നിന്ന ആളാണ് ശ്രീ മോഹൻദാസ്. ശ്രീ മോഹൻദാസിനെ ആദരം ഏറ്റുവാങ്ങാൻ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി മോഹൻദാസ് സർ. വളരെ വളരെ നന്ദി പ്രിയപ്പെട്ട ലാലേട്ടൻ. എല്ലാവർക്കും ഇരിക്കാം. ഇനി പുരസ്കാര ജേതാക്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് നമുക്ക് കേൾക്കാൻ ആഗ്രഹം, അല്ലേ? ഏറ്റവും ആദ്യം ക്ഷണിച്ചുകൊള്ളുന്നു ശ്രീ ഹരീഷിനെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മുജികൃഷ്ണൻ സാർ, പ്രിയപ്പെട്ട ലാൽ സാർ, വേദിയിലെ സദസ്സിലുമുള്ള ബഹുമാന്യരെ, വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ സമയത്ത് ഇവിടെ വരാൻ സാധിച്ചാൽ. ഒരു അധിക പ്രസംഗമൊന്നും നടത്താൻ അതുകൊണ്ട് തന്നെ മുതിരുന്നില്ല. പത്മനാഭ സാറിൻ്റെ പേരിലുള്ള പുരസ്കാരം കിട്ടാൻ മലയാളത്തിലെ എല്ലാ എഴുത്തുകാരും എല്ലാ ചലച്ചിത്ര പ്രവർത്തകരും ആഗ്രഹിക്കുന്നതാണ്. ഞാനും തീർച്ചയായിട്ടും അത് ആഗ്രഹിച്ചിരുന്നു. അത് ലഭിച്ചതിൽ വളരെ സന്തോഷം. അതോടൊപ്പം അത് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ സാധിച്ചത് അതിലും വലിയ സന്തോഷം. അതിൻ്റെ സന്തോഷം ഇവിടെ പങ്കുവെക്കുന്നു. അതോടൊപ്പം പത്മനാഭ സാറിൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട്. പത്മനാഭ സാറിൻ്റെ ആദ്യം ഞാൻ വായിക്കുന്ന കൃതി ഞാൻ ഗന്ധർവനാണ്. മാതൃഭൂമിയാഴ്ച പതിപ്പിൽ സീരിയലൈസ് ചെയ്ത് വന്നപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ പുറകോട്ട് സഞ്ചരിക്കുകയായിരുന്നു. സിനിമകളും ഏതാണ്ട് അതുപോലെ തന്നെയാണ് കണ്ടു തീർത്തത്. ആ മഹാപ്രതിഭയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ ആദരവർപ്പിക്കുന്നു. കുടുംബാംഗങ്ങളെയും സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം ഇവിടെ അവാർഡ് ലഭിച്ച റഫീഖ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് റഫീഖിന്, ഫാസിൽ മുഹമ്മദിന്, ഐശ്വര്യ കമലയ്ക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. സന്തോഷം. നന്ദി. പത്മനാഭൻ സാറിനെ അനുസ്മരിച്ച് സംസാരിച്ച മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, മഹത്തായ ഈ പുരസ്കാരത്തിന് എൻ്റെ എളിയ കഥ തിരഞ്ഞെടുത്തതിൽ ഏറ്റവും സന്തോഷിക്കുന്നു. വളരെ തിളങ്ങുന്ന ഒരു സായാഹ്നം ആ കഥയുടെ പേരിൽ എനിക്ക് സമ്മാനിച്ചതിന് ഈ ട്രസ്റ്റിന് എൻ്റെ ഹൃദയംഗമമായ നന്ദി പറയുന്നു. പത്മനാഭൻ സാറിനെ കാണാത്ത അല്ലെങ്കിൽ ഓർക്കാത്ത ലോകത്തിൻ്റെ പല ദിക്കിലും മലയാളികളുള്ളിടത്തോളം അദ്ദേഹത്തിൻ്റെ കൃതികളും കഥയായാലും സിനിമയായാലും അത് തിളങ്ങിക്കൊണ്ടിരിക്കും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം മരിച്ച ദിവസം അദ്ദേഹത്തിൻ്റെ അമ്മ ജരാനരകളില്ലാതെ അവൻ പോയല്ലോ എന്ന് ആത്മകഥം ചെയ്തതായി ഞാൻ വായിച്ചിട്ടുണ്ട്. അത് സത്യത്തിലൊരു പ്രവചന സ്വഭാവമുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് ഒരിക്കലും ജരയോ നരയോ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ കൃതികളെ, സിനിമയായാലും കഥയായാലും, അദ്ദേഹത്തിൻ്റെ കഥ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ചൂണ്ടൽ എന്ന കഥയാണ് ആദ്യം പുറത്തു വന്നതെന്നാണ് എൻ്റെ അറിവ്. എനിക്ക് ഒരുപാട് കഥകളും സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും കഥകൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കഥകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അദ്ദേഹത്തിൻ്റെ ലോല എന്നൊരു കഥയാണ്. ലോല എഴുതുമ്പോൾ അദ്ദേഹം അമേരിക്കയിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലോല
മലയാളത്തിലെ പ്രശസ്ത നിരൂപകനായ KP അപ്പനെ പോലുള്ള അപ്പൻ സാറിനെ പോലുള്ള ആളുകളൊക്കെ എണ്ണപ്പെട്ട പ്രേമകഥകളിൽ, മലയാളത്തിലെ എണ്ണപ്പെട്ട പ്രേമകഥകളിൽ ഒന്ന് എന്ന് വാഴ്ത്തിയ ഒരു കഥയാണ് ഈ ലോല. നമ്മൾ സാധാരണ നോക്കുമ്പോൾ ഒരു കാമുകനും കാമുകിയും അവരുടെ വിരഹവും അവരുടെ പ്രണയവും അവരുടെ വേർപിരിയലും എന്ന മറ്റുള്ളൊരു സാധാരണ കഥയായിട്ട് ആണ് നമുക്ക് അത് വായിക്കുക. ആദ്യം നമ്മളത് വായിക്കുക, പിന്നീട് നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ, രണ്ട് തരം പൗരത്വങ്ങൾക്കിടയിൽ ജീവിക്കുന്ന രണ്ട് മനുഷ്യരുടെ കഥ കൂടി അതിൽ ഉൾച്ചേർന്നിട്ടുണ്ടെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മാജിക്ക് സത്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, കഥയിലാവട്ടെ സിനിമയിലാവട്ടെ, അദ്ദേഹത്തിൻ്റെ ഒരു മാജിക്ക് എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ അടരുകളായിട്ട് കണ്ടെടുക്കുന്ന പലതും പിന്നീട് തെളിഞ്ഞു വരുന്ന ഒന്നാണ് പത്മരാജൻ സാറിൻ്റെ കല എന്ന് എനിക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. വരാൻ കഴിഞ്ഞതിൽ കുറേ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എന്താണെന്നുള്ളത് പെട്ടെന്ന് കട്ടായി പോയി. ഞാൻ IFFKയിൽ ഇവിടെ എൻ്റെ പടം രണ്ടാമത്തെ ഷോയായിരുന്നു ഇവിടെ കളിച്ചിരുന്നത്. അപ്പോൾ ഞാനിവിടെ സ്റ്റെപ്പിൽ നിന്നിട്ടാണ് എൻ്റെ ആദ്യത്തെ സിനിമ കണ്ടത്. ആ ഫാത്തിമ എന്നെ ഈ ഒരു സ്റ്റേജിൽ എത്തിപ്പിച്ച്, അതിൻ്റെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് എഡിറ്റിങ് പഠിച്ച് തുടങ്ങുന്നത്, ഞാനൊരു ലാപ്ടോപ്പൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വാർക്കാൻ വേണ്ടി തോപ്പുകളുടെ ട്രെയിലർ കട്ട് ചെയ്തിട്ടാണ് ഞാൻ എഡിറ്റിങ് തുടങ്ങുന്നത് സ്വന്തമായിട്ട്. അങ്ങനെയൊക്കെ ഒരു കണക്ഷൻ ഇതുമായിട്ട് ഉണ്ടായി. എന്നാലും സന്തോഷം, ഇവിടെ വരാൻ കഴിഞ്ഞതിൽ സന്തോഷം. താങ്ക് യു. നന്ദി ശ്രീ ഫാസിൽ. അടുത്തതായി എയർ ഇന്ത്യ എക്സ്പ്രസ് ടെയിൽസ് ഓഫ് ഇന്ത്യ പുരസ്കാരം നേടിയ പ്രിയപ്പെട്ട ഐശ്വര്യ കമലയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഫാസിലിനെ പോലെ തന്നെ ഞാനും എക്സൈറ്റഡാണ്. ഒരു യുവ എഴുത്തുകാരി എന്ന നിലയിൽ ഇത്രയും വലിയൊരു അംഗീകാരം ലഭിക്കുക സ്വപ്ന സമാനമായൊരു അനുഭവമാണ്. ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണാനാണ് എനിക്ക് ആഗ്രഹം. വളരെ ധ്യാനാത്മകമായി ഈ നിമിഷത്തെ നോക്കിക്കാണുന്നു. എൻ്റെ കൗമാര അപക്വമായ ഓർമ്മകളുടെ പേരാണ് പത്മരാജൻ. ആ അപക്വത ഞാൻ എൻ്റെ ഈ വാക്കുകളിൽ നിന്ന് ഉൾപ്പെടുത്തുന്നില്ല. എൻ്റെ വാക്കുകളുടെ ധാരാളിത്തത്തിൽ എൻ്റെ അപക്വത പുറത്തു വരണ്ട. ഈ നിമിഷത്തിലേക്ക് എൻ്റെ പ്രാണനെ ഇട്ടം കൂട്ടിയ കാലത്തിന് നന്ദി. എല്ലാവർക്കും നന്ദി, സ്നേഹം. കമ്മ്യൂണിക്കേഷൻ മേധാവി ശ്രീ PG പ്രഗീഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി പ്രഗീഷ് ജി, നന്ദി ലാലേട്ടൻ. ഇനി ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്ന ചടങ്ങാണ്. മലയാളിക്ക് പത്മരാജൻ ഒരു ചലച്ചിത്രകാരൻ മാത്രമായിരുന്നില്ല, ഒരു അനുഭവം ആയിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. അദ്ദേഹത്തിൻ്റെ സിനിമകൾ എപ്പോഴും നമുക്ക് ആത്മാവിൻ്റെ ഒരു താൾ വായിക്കുന്ന അനുഭവം നൽകിയിരുന്നു. ഏറ്റവും ശക്തമായ കഥകൾ ഏറ്റവും ശാന്തമായവ ആണെന്ന് പപ്പേട്ടൻ നമ്മളെ പല ഘട്ടങ്ങളിലായി പഠിപ്പിച്ചു. വളരെ നേരത്തെ കടന്നുപോയെങ്കിലും മഴ നനഞ്ഞ ഓരോ ഫ്രെയിമുകളിലും ആരും പറയാത്ത ഓരോ വികാരത്തിലും അദ്ദേഹം ജീവിക്കുന്നു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം പത്മരാജനൊരു ഓർമ്മയല്ല, ഒരടുത്ത സാന്നിധ്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്ത്രീ കഥാപാത്രങ്ങൾ ശക്തവും വ്യക്തവും ആയ അടയാളപ്പെടുത്തലാണ് മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പത്മരാജൻ പുരസ്കാരം നേടിയ ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ ഈ പുരസ്കാരത്തിന് തികച്ചും അർഹമാണ്. ലിംഗഭേദ സമത്വത്തെക്കുറിച്ചുള്ള സിനിമയുടെ കാഴ്ചപ്പാടും ഹാസ്യവും യാഥാർത്ഥ്യവും സമന്വയിപ്പിക്കുന്ന ശൈലിയും പെണ്ണനുഭവങ്ങളെ ഉൾക്കൊണ്ട രീതിയും പത്മരാജൻ്റെ സൃഷ്ടികളുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നതിനാൽ തന്നെയാണ് ഈ ജൂറി ഈ പുരസ്കാരം ഫാസിൽ മുഹമ്മദിൻ്റെ ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് നൽകാൻ തീരുമാനിച്ചത്. നന്ദി. അടുത്തതായി ആശംസ അർപ്പിക്കാൻ സാഹിത്യ ജൂറി അംഗവും പ്രശസ്ത എഴുത്തുകാരനും ഞാനിവിടെ നിൽക്കുന്നത്. ഇതിനു മുമ്പ് വേദിയിൽ കഥയ്ക്കും നോവലിനുമുള്ള
ശ്രീ പത്മരാജൻ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഉള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ജൂറിയായി നിൽക്കുകയാണ്. എൻ്റെ സഹപ്രവർത്തകരായ എഴുത്തുകാർക്കാണ് ഇത്തവണ കിട്ടിയത്. മലയാളത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കരങ്ങളിലേക്കാണ് അത് പോകുന്നത്. ഞങ്ങളതിനുള്ളൊരു പാലമായി വന്നത് മാത്രമേ ഉള്ളൂ. ഏറ്റവും അർഹതപ്പെട്ട കരങ്ങളിലേക്ക് സ്വാഭാവികമായി അത് എത്തുകയാണ് ചെയ്തത്. ഹരീഷിനും റഫീഖിനും ഐശ്വര്യ കമ്പനിക്കും എല്ലാവിധത്തിലുള്ള ആശംസകൾ നേർന്നുള്ളൂ. ഓർക്കുന്ന ഈ സന്ധ്യയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും എയർ ഇന്ത്യ എക്സ്പ്രസ്സിനും ഉള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഈ പരിപാടിയിലെത്തിയ എല്ലാ അതിഥികൾക്കും ശ്രീ മോഹൻലാലിനോടും എയർ ഇന്ത്യ എക്സ്പ്രസ്സിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരു രാജ്യാന്തര വിമാന കമ്പനിയാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഞങ്ങളുടെ അതിഥികളെ സുരക്ഷിതരായി എത്തിക്കുക എന്നതാണ് എല്ലാ വിമാന കമ്പനികളെയും പോലെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെയും പ്രാഥമിക ദൗത്യം. എങ്കിലും ഞങ്ങൾ കണക്ട് ചെയ്യുന്ന പ്രദേശങ്ങളുടെ സംസ്കാരവുമായും ജനങ്ങളുമായും അവരെയും കൂടി കണക്ട് ചെയ്യുക എന്ന സാംസ്കാരിക വിനിമയത്തിൻ്റെ ഉത്തരവാദിത്തം കൂടി എയർ ഇന്ത്യ എക്സ്പ്രസ്സിനുണ്ട് എന്ന ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ടെയിൽസ് ഓഫ് ഇന്ത്യ എന്ന വലിയൊരു പ്രോജക്റ്റ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരൻ്റെ ഓർമ്മയിൽ മലയാളത്തിലെ നവശബ്ദങ്ങളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു ശ്രമം എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്നത്. ഇത്തരമൊരു പരിപാടിയോടൊപ്പം ഇത്തരമൊരു പദ്ധതിയോടൊപ്പം സഹകരിക്കുന്ന പത്മരാജൻ ട്രസ്റ്റിനോടുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. പുരസ്കാരം നേടിയ എല്ലാവരെയും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പേരിൽ അനുമോദിക്കുന്നു. നന്ദി. ഒപ്പം ഒരു ഗ്രൂപ്പ് ഫോട്ടോയുടെ സമയമാണ്. സോ എല്ലാവരോടും ഒന്ന് ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് ആയിട്ട് മുന്നോട്ട് വരാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ ധന്യസായാഹ്നത്തിൻ്റെ അവസാനത്തെ ലാപ്പിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. വേദിക്കും സദസ്സിനും ചടങ്ങിൻ്റെ ഔപചാരികത പൂർത്തിയാക്കിക്കൊണ്ട് കൃതജ്ഞത രേഖപ്പെടുത്താൻ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയും ചലച്ചിത്ര നിരൂപകനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ ശ്രീ ചന്ദ്രശേഖർ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്പെട്ട വിശിഷ്ടാതിഥികളെ, മറ്റതിഥികളെ, ആദ്യമായി ഇവിടെ ഒരു നന്ദി പറയേണ്ടത് നമുക്കെല്ലാം പ്രിയപ്പെട്ട ലാലേട്ടനോടാണ്. വാസ്തവത്തിൽ ഇവിടെ അതാരും പറഞ്ഞു കേട്ടില്ല. ഈ ഒരു ചടങ്ങിന് വേണ്ടി മാത്രം ആണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ തുടരും എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം ഇതാദ്യമായി അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. ഈ ഒരു ചടങ്ങിന് വേണ്ടി ജൂറി മേധാവികളായിരുന്ന, ജൂറി ചെയർമാൻമാരായിരുന്ന ശ്രീ ടി കെ രാജീവ് കുമാർ, ശ്രീ ഉണ്ണിയാർ, ശ്രീ എസ് കുമാർ, ശ്രീ ജി ആർ ഇന്ദുഗോപൻ, അവാർഡ് ജേതാക്കളായിട്ടുള്ള ഇന്നത്തെ താരങ്ങളായിട്ടുള്ള ഇന്നത്തെ ഈ സായനത്തിൻ്റെ താരങ്ങളായിട്ടുള്ള ഭംഗിയ ശ്രീ ബി ലെനിൻ, വേണു, ജോഷി മാത്യു, സുരേഷ് ഉണ്ണിത്താൻ, പൂജപ്പുര രാധാകൃഷ്ണൻ, ശ്രീ മോഹൻദാസ്, എയർ ഇന്ത്യ എക്സ്പ്രസ് ഞങ്ങളുടെ പങ്കാളികളായിട്ടുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഹെഡ് ശ്രീ പി ജി പ്രജീഷ്, ലീഡ് ഹരികൃഷ്ണൻ എന്നിവർക്കും മേധാവിയായ പാർവതിയോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഞങ്ങളോടൊപ്പം സഹകരിച്ച DC ബുക്സ്, വിസ്മയ മാക്സ് എന്നിവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരാൾ എനിക്കെൻ്റെ ജ്യേഷ്ഠതുല്യനായിട്ടുള്ള ശ്രീ MB സനൽകുമാറാണ്. ലാലേട്ടൻ ഇന്നിവിടെ എത്താൻ ഞങ്ങൾക്ക് നിമിത്തമാക്കി തന്നത് പ്രിയപ്പെട്ട സനലേട്ടനാണ്. സനലേട്ടന് എല്ലാവിധ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. സായനത്തിലെത്തിയിരിക്കുന്ന ഓരോരുത്തരും ഞങ്ങളുടെ വ്യക്തിപരമായ ക്ഷണം സ്വീകരിച്ച്